ഈ ആരോപണ വിധേയർ അമ്മ എന്നൊരു സംഘടനയിൽ മാത്രമല്ല ഒരു സംഘടനയിലും മത്സരിക്കരുതെന്ന് പറയുന്നു നിർമ്മാതാവ് സാന്ദ്ര തോമസ്. നിർമ്മാതാക്കളുടെ സംഘടനയിലും മത്സര രംഗത്തുള്ളത് പ്രതികളായവരാണ്. സിനിമാ കോൺക്ലേവിലേക്ക് പ്രതിനിധികളെ ക്ഷണിച്ചതിൽ വിവേചനമുണ്ടെന്നും സാന്ദ്ര തോമസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജഗദീഷ് വനിതാ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കൊണ്ട് മത്സര രംഗത്ത് നിന്ന് പിന്മാറാനുള്ള നീക്കമാണ് നടത്തുന്നത്. ജഗദീഷിന് പൂർണ്ണ പിന്തുണയെന്നായിരുന്നു നിർമ്മാതാവ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. അതൊരു നിലപാടാണ്, അത് ജഗദീഷ് ചേട്ടൻ്റെ ഒരു നിലപാടാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. ഇതൊരു പുരുഷാധിപത്യമുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ സ്ത്രീകൾക്കൊരു വഴി മാറിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെയാണ് ജഗദീഷ് ചേട്ടൻ പുരോഗമനപരമായി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തുന്നത്. ഈ അമ്മ സംഘടനയുടെ ചരിത്രത്തിലാണെങ്കിൽ ഒരു വനിതാ പ്രസിഡന്റ് വന്നിട്ടില്ല. ഒരു സംഘടനയിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇല്ല. അപ്പം അമ്മയിലാണ് കുറച്ചെങ്കിലും ഉള്ളത്. അവിടെ തന്നെ ഇതുപോലെ കീ പോസ്റ്റിലേക്ക് വരുന്നതെന്ന് പറയുന്നത് നല്ലൊരു കാര്യം. ആരോപണ വിധേയർ മത്സരിക്കുന്നു എന്നുള്ളത് ദോഷം ചെയ്യുന്നു. അപ്പം അമ്മയിലെ പറയാനാണ് ആരോപണ വിധേയര് ആണ് പറയുന്നതെങ്കിൽ എൻ്റെ സംഘടനയിൽ ആരോപണ വിധേയരല്ല, അവർ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. അപ്പം പ്രതികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് തീർത്തും വിരോധാഭാസമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിൽ നിന്ന് പിന്മാറി പോകേണ്ടതായിരുന്നു. കോൺക്ലേവ് നടക്കുന്നു. ഈ കോൺക്ലേവ് എങ്ങനെയാണ് ഉണ്ടായത്? ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫിലിം പോളിസിയുടെ ഭാഗമായിട്ടാണ് കോൺക്ലേവ് നടക്കുന്നത്. ഇതിൽ അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ സംഘടനകളെയുമാണ്. എന്താ പറയുക, അമ്മയിലിരിക്കുന്ന ആഡോ കമ്മിറ്റിയാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണ് പ്രതികളാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അവിടെ പോയി ഇരുന്നിട്ട് എന്ത് സ്ത്രീ സുരക്ഷയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്? ഗവൺമെൻറ് ചിലപ്പോൾ സദുദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അവിടെ നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആയിട്ടുള്ള ക്ഷണമാണ് എന്ന് തോന്നുന്നുണ്ടോ കോൺക്ലേവിലേക്ക്? അങ്ങനെയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒച്ചയുയർത്തി നമ്മൾ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വിശ്വസിച്ച് SITയിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് നമുക്കുണ്ടായ ഒരു ദുരനുഭവം വിളിച്ചു വരാൻ മറ്റുള്ളവർക്ക് വരാതിരിക്കാനായിട്ടാണ് ഇതുപോലുള്ള കാട്ടാളന്മാരെയും പ്രതികളെയും വേട്ടക്കാരെയുമാണ് വിളിച്ച് അവിടെ ഇരുത്തി. ഇതിന് എന്ത് പരിഹാരമാണ് ഈ കോൺക്ലേവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജഗദീഷിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഒപ്പം ചരിത്രപരമായ സിനിമാ കോൺക്ലേവിൽ ആളുകളെ പങ്കെടുപ്പിച്ചത് അതേത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം കൂടിയാണ് സാന്ദ്ര തോമസ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.